എൻ്റെ പൊന്ന് ഫ്രാങ്കമ്പേന്ന് എണീക്ക്. എന്തോടാ രാവിലെയാ? എടാ ഷിൻചാനെ നീയാണ് എന്നെ വിളിച്ചത്? ആ ഫ്രാങ്കമ്പേ എത്ര നേരമായി വിളിക്കുന്നറിയാവാ? നീ ഇത് നേരത്തേക്ക് എണീറ്റല്ലേ? ഓക്കെ ഗൈസ്, ഇൻട്രോ പറയാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഗെയിമർമാൻ്റെ മറ്റൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ രാവിലെ എണീറ്റാൽ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ടാണ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും നമ്മുടെ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാം. ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് കാണുക, കൂടാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കൂടെ ചെയ്തേക്കുക ഗൈസ്. നമുക്ക് എന്ത് വർക്കൗട്ട് ചെയ്യും? ഈ വർക്കൗട്ട് ചെയ്താലോ? അല്ലെങ്കിൽ വേണ്ട ഗൈസ്, നമുക്ക് 2.5 കിലോയുടെ ഈ 2 ഡമ്പൽ നമുക്ക് 2 സെറ്റ് വെച്ച് 10 തവണ പൊക്കാം. അതാണ് നല്ലത് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും വർക്കൗട്ട് ചെയ്യാം ഗൈസ്. നമ്മളാണെങ്കിൽ നമ്മുടെ കുതിര സവാരിയൊക്കെ കഴിഞ്ഞിട്ട് എടാ എനിക്ക് എന്തോ ഒരു നെഞ്ചുവേദന പോലെ തോന്നുന്നല്ലോ. എന്തോ പെട്ടെന്നൊരു വയ്യായികയൊക്കെ പോലെ. ചേച്ചി കുറച്ച് വെള്ളം ഉണ്ടോ? ഒന്ന് പോരാ. അതെ, അവിടെ ഒരാൾ നടന്നു പോകുന്നുണ്ട്. കുറച്ച് വെള്ളം ചോദിക്കാം. ചേട്ടാ കുറച്ച് വെള്ളം തരുമോ? ഒന്ന് പോരാ, സമയം വിളക്കാർത്താതെ. ചേട്ടാ ഞാൻ കുറച്ച് വെള്ളമല്ലേ ചോദിച്ചോളൂ. എന്നെ എന്തിനാ ഇങ്ങനെ അടിക്കുന്നത്? എടാ പിന്നെ എനിക്കിന്ന് സമയത്തിനും കാലത്തൊക്കെ ഓഫീസിലെത്തേണ്ടതാ. പിന്നെ നീ എൻ്റെ വഴി തടസ്സപ്പെടുത്തിയാലോ? ഇന്നാ പിടിച്ചോ. അല്ല പിന്നെ കണ്ടോമാല രാവിലെ തന്നെ ഇറങ്ങിക്കോളും. ചേട്ടാ ഞാൻ ഒരു പാവം കുതിര സവാരിക്കാരനാ. നീ കുതിര സവാരിക്കാരന് ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, എനിക്കൊരു വിഷയമില്ല. ഇന്നാ പിടിച്ചോ. അല്ല പിന്നെ ചാവടാ ചാവ്. എന്നെ ചെയ്യല്ലേ. അപ്പോൾ ഗൈസ്, നമ്മളാണ് നമ്മുടെ ജിമ്മിന്ന് വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇന്നലെ ഇട്ട ഡ്രസ്സായിരുന്നു, നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് നമ്മൾ ജിമ്മിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് താഴെ പോയി നോക്കാം, അവിടെ ഷിൻചാൻ വല്ല കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം ഗൈസ്. ഓക്കെ, ഫ്രാങ്കമ്പേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുതിര വന്ന് നിൽക്കുന്നു. എന്താടാ വീടിൻ്റെ ഫ്രണ്ടിൽ കുതിര വന്ന് നിൽക്കുന്ന? അത് വല്ലോ സവാരി, അതിൻ്റെ കൂടെ ആൾ വല്ലതും കാണുവാടാ. സവാരി നടത്താൻ വന്ന കുതിരയായിരിക്കും. അല്ല ഫ്രാങ്കമ്പേ, ആ കുതിര ഒറ്റയ്ക്കേ ഉള്ളൂ. എന്താടാ ഒറ്റയ്ക്കേ ഉള്ള? നമ്മുടെ വീട്ടിലാ? എന്നാൽ പിന്നെ നോക്കണമല്ലോ ഗൈസ്. നമുക്കെന്തായാലും നോക്കാം. നമ്മുടെ ഷിൻചാൻ പറഞ്ഞല്ലേ, അത് അവൻ എന്താ സത്യമാണോ പറഞ്ഞത് നമുക്കൊന്ന് പോയി നോക്കാം. കുതിര ഇവിടെ നമ്മളങ്ങനെ കുതിരേനെ ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. ശരിയാണല്ലോ അവിടെ ഷിൻചാനെ, നീ പറഞ്ഞാൽ ശരിയാ. അവിടെ ഒരു കുതിര വന്ന് നിൽക്കുന്നുണ്ട് ഗൈസ്. നമുക്കാണെങ്കിൽ ഈ കുതിരേനെ പേടിയൊക്കെ ഉണ്ട്. കാരണം വല്ല ചവിട്ടും എല്ലാം കിട്ടുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ ഓണറിനെ ഒന്നും കാണുന്നില്ല. ചിലപ്പോൾ ഈ കുതിരേനെ ഇവിടെ നിർത്തിയിട്ട് ഓണർ ചായ കുടിക്കാൻ വല്ലതും പോവായിരിക്കും. അല്ല ഫ്രാങ്കമ്പേ, കുറേ നേരം ഈ കുതിര ഇവിടെ നിൽക്കുന്നു. എന്താടാ കുറേ നേരമായോ? എടാ ഇവിടെയൊന്നും അതിൻ്റെ ഓണറിനെ ഒന്നും കാണുന്നില്ലല്ലോ. എടാ നമ്മളാണെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക? നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഗൈസ്. ഇത് ഒരു സവാരി നടത്തുന്ന കുതിരയാണ്. കാരണം ആൾക്കാർക്കൊക്കെ കയറിയിരിക്കാനുള്ള മറ്റേ സെറ്റപ്പൊക്കെ ഉണ്ട് ഈ കുതിരയുടെ പുറകിലായിട്ട്, കണ്ടോ? ഓക്കെ, ഫ്രാങ്കമ്പേ ഈ കുതിരേനെ ആരെങ്കിലും കളഞ്ഞിട്ട് പോയതാണോ? എന്താടാ കുതിരേനെയോ? നീ പറഞ്ഞാൽ ശരിയാ. പക്ഷെ കുതിരേനെയൊന്നും ആരും കളഞ്ഞിട്ട് പോകത്തില്ല ഷിൻചാനെ. കാരണം കുതിരേനെയൊന്നും ആർക്കെങ്കിലും വേണ്ട എന്ന് വിൽക്കുവാണെങ്കിൽ അവർ വിൽക്കും. അല്ല പട്ടിയും പൂച്ചയൊക്കെ ആണെങ്കിൽ കളഞ്ഞിട്ട് പോകുമെന്ന് വിചാരിക്കാം. പക്ഷെ കുതിരേനെയൊന്നും ആരും കളയത്തില്ല. വേണ്ടെങ്കിൽ അതിനെ വിൽക്കുള്ളൂ, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്ന് കയറി നോക്കിയാലോ? എൻ്റെ ഓണറൊന്നും ഇവിടെ കാണുന്നില്ല. അവിടെ ഷിൻചാനെ കയറി നോക്കിയാലോ? ഫ്രാങ്കമ്പേ എന്തെങ്കിലും ചെയ്യ് ഫ്രാങ്കമ്പേ. എന്താടാ പക്ഷേ എൻ്റെ ഓണറിനെ ഒന്നും കാണുന്നില്ല ഗൈസ്. ഈ കുതിര ഇവിടെ ഇനി വീട്ടിൽ നിന്നെല്ലാം ഇറങ്ങി വന്നതാണോ ഏതെങ്കിലും വീട്ടിൽ നിന്ന്? ഗൈസ് നമുക്കെന്തായാലും ഒന്ന് കയറി നോക്കിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ചിലപ്പോൾ ചവിട്ട് കിട്ടിയാൽ അമ്മരി ചവിട്ടായിരിക്കും ഗൈസ്. ഞാൻ എന്തായാലും കയറി നോക്കിയിട്ടുണ്ട്. ഫ്രാങ്കമ്പേ എന്താടാ നീയും കയറുന്നത്? ഇല്ല ഫ്രാങ്കമ്മ, എനിക്ക് പേടിയാ. എന്താ എടാ കുതിര, എൻ്റെ മേലെ കുതിര ചാട്ടമൊക്കെ നോക്കിയേ. നല്ലൊരു കുതിരയാണ് ഗൈസ് ഇത്. ഓക്കെ, പക്ഷേ ഈ കുതിര ബാലൻസ് ചെയ്യാനൊക്കെ പാടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഈ കുതിരയിലൊക്കെ കയറുന്നുള്ളൂ. പണ്ടും കണ്ടോ ഞാൻ ആരൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ട്, പക്ഷേ ഒറ്റയ്ക്ക് ഇതേപോലെ ഞാൻ കയറുന്ന ആദ്യമായിട്ടാണ്. കുതിരയ്ക്ക് നല്ല സ്പീഡും ഉണ്ട് ഗൈസ്. ഇത് നല്ല സ്പീഡുള്ള കുതിരയാണ്. ഫ്രാങ്കമ്മേ നമുക്കിനെ വളർത്തിയാലോ? എന്താടാ വളർത്താനാ? ശരിയാ വളർത്താനാ, പക്ഷെ അത് ഭയങ്കര ചിലവാണ് വളർത്താൻ. നമുക്കെന്തായാലും ഈ കുതിരേനെ നമ്മുടെ വീടിൻ്റെ പുറകെ കൊണ്ടുപോകാം. ആ കുതിര പുറത്ത് ഇവിടെ തന്നെ നിൽക്കുന്നതാണ് തോന്നുന്നത്. പുറത്ത് വല്ല ഇറങ്ങി പോവാണെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ അത് ഇവിടെ തന്നെ നിൽക്കും. ഇവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ നിൽക്കട്ടെ.
ഇത് ഓണർ വല്ലതും അന്വേഷിച്ച് വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാം. ഫ്രാങ്കമ്മേ ഈ കുതിരനെ വെച്ച് നമുക്ക് സവാരിക്ക് പോയാലോ? എന്താടാ കുതിരനെ വെച്ച് സവാരിക്ക്? ശരിയാടാ ഷിൻചാനെ നീ പറഞ്ഞ്. നമുക്ക് ഈ കുതിരനെ വെച്ച് കാശുണ്ടാക്കാൻ പറ്റും. നമുക്കൊരു പണി ചെയ്യാം. വൈകുന്നേരം നമുക്ക് ഈ കുതിരനെ കൊണ്ട് സവാരിക്ക് പോവാം. ആ വൈകുന്നേരം വരെ ഓണറൊന്നും ചോദിച്ച് വന്നില്ലെങ്കിൽ നമുക്കിതിനെ കൊണ്ട് സവാരിക്ക് പോവാം വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ അതേ സമയത്ത് ഓണറും എല്ലാം ചോദിച്ച് വന്നാൽ നമുക്ക് ഈ കുതിരേനെ കൊടുക്കാം. അതായിരിക്കും നല്ല. ഈ കുതിര ഇവിടെ നിന്ന് പോകത്തില്ലെന്ന് തോന്നുന്നു. പോവുകയാണെങ്കിൽ പോട്ടെ, ഇവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ നമുക്ക് സവാരി നടത്താം. വാടാ ഷിൻചാനെ, നിനക്ക് എന്തോ ഹോംവർക്കോ വല്ലതൊക്കെ എഴുതാൻ കാണുമല്ലോ, നീ അത് പോയിരുന്ന് എഴുതും. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം പോയി കിടക്കട്ടെ. ഓക്കെ ഷിൻചാനെ, അകത്ത് കയറിയില്ലേ? ആ കുതിരയുടെ അടുത്തൊന്നും പോവല്ലേ. അതിൻ്റെ അടുത്തോട്ടെല്ലാം പോയി ചിലപ്പോൾ ചവിട്ട് കിട്ടും, പറയാൻ പറ്റത്തില്ല. നീ ഇവിടെ ഇരുന്ന് ടി വി കാണോ ഹോംവർക്കോ എന്തെങ്കിലും ചെയ്യും. ഞാൻ ഒന്ന് മേളിൽ പോയിട്ട് കിടക്കട്ടെടാ ഷിൻചാനെ. നമുക്ക് വൈകുന്നേരം കുതിര സവാരിക്ക് പോവാം. ഓക്കെ ഗൈസ്, സമയമാണെങ്കിൽ 5 മണിയായിട്ടുണ്ട്. ഇതുവരെ ആ കുതിരയുടെ ഓണറൊന്നും ചോദിച്ച് വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് നമുക്കെന്തായാലും ആ കുതിരേനെ കൊണ്ട് സവാരിക്ക് പോവാം. എടാ ഷിൻചാനെ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ആ കുതിര ഇറങ്ങി പോയിട്ടുണ്ടോ അറിഞ്ഞുകൂടാ. നമുക്കെന്തായാലും പോയി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും വേഗം തന്നെ ആ കുതിര അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഉണ്ടായിരുന്നാൽ നമുക്ക് സവാരിക്ക് പോവാം. അത് ഇറങ്ങിപ്പോവും ചിലപ്പോൾ, കാരണം നമ്മൾ കെട്ടിയൊന്നും ഇട്ടിട്ടില്ലല്ലോ ഗൈസ്. നമുക്ക് കുതിര പോയിട്ടില്ല ഗൈസ്, കുതിര ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ ഗൈസ്, എടാ ഷിൻചാനെ വാടാ, നമുക്കിനി ഈ കുതിരനെ കൊണ്ട് സവാരി നടത്താനായിട്ട് പോവാം ഗൈസ്. അതായിരിക്കും, കാരണം കുതിര പോയിട്ടില്ലല്ലോ, ഓണറും ചോദിച്ചു വന്നിട്ടില്ല. ഫ്രാങ്കമ്മേ നമുക്ക് വേഗം തന്നെ സവാരിക്ക് പോവാം. എന്താടാ? നമുക്ക് നീ സമാനപ്പെട്ടു, നമുക്ക് എന്തായാലും സവാരിക്ക് പോവാം. അതിന് മുമ്പ് ഞാൻ ഒന്ന് ഇതിൻ്റെ അകത്ത് കയറട്ടെ. ഇതിനെ കൊണ്ട് നമുക്ക് നടക്കണ്ടതല്ലേ, അപ്പോൾ ഇതിൻ്റെ മേത്ത് ഞാൻ കയറാൻ പോവാണ്. എടാ ഷിൻചാനെ, കുറച്ച് നീങ്ങി നിന്നോ. ഓക്കെ ഗൈസ്, നമ്മളാണ് ഈ കുതിരയുടെ മേത്ത് കയറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്. എൻ്റെ ഒരു ഓട്ടം നോക്ക് ഗൈസ്, ഈ കുതിരയ്ക്ക് നല്ല സ്പീഡുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്കെന്തായാലും ഇതിനെ കൊണ്ട് പോവാം. ചേട്ടോ. എന്താടാ ഷിൻചാനെ, നീ എന്നെ ചേട്ടാന്നൊക്കെ വിളിക്കുന്ന? എന്താടാ ഷിൻചാനെ, നീ സാധാരണ എന്നെ ഫ്രാങ്കിംബേ എന്നല്ലേ വിളിക്കുന്നത്? എന്താടാ ഇപ്പോൾ ചേട്ടാന്ന് വിളിക്കുന്നത്? ഫ്രാങ്കമ്മേ ഞാനൊന്നും വിളിച്ചില്ല ചേട്ടാന്ന്. എന്താടാ നീ വിളിച്ചില്ലേ? നീ കള്ളം പറയണ്ട, നീ ചേട്ടാന്ന് വിളിച്ചു. എനിക്ക് കുഴപ്പമില്ല, നീ ഇപ്പോൾ ചേട്ടാന്നാണെങ്കിൽ അങ്ങനെ വിളിച്ചോ? ഇല്ല ഫ്രാങ്കമ്മേ, എനിക്ക് തോന്നുന്നു ഈ കുതിരയാണ് വിളിച്ചതെന്നാ തോന്നുന്നത്. എന്താടാ കുതിരയാ? എടാ കുതിര സംസാരിക്കുവാടാ. നീ എന്താടാ നിന്നെ പഠിപ്പിക്കാൻ വിടുന്ന വെറുതെ ആണെന്ന് തോന്നുന്നത്. എടാ നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? കുതിരയൊന്നും സംസാരിക്കത്തില്ല. അല്ലെങ്കിൽ ആരെങ്കിലും സ്പീക്കർ വല്ലതും വെച്ച് പ്രാങ്ക് ചെയ്യുന്നതാണോ? ചേട്ടോ ഇത് ഞാനാ കുതിര. എന്താടാ കുതിരയാ? കുതിരയാണോ അപ്പോൾ നമ്മുടെ അടുത്ത് സംസാരിച്ച്? എടാ ഞാൻ വല്ല സ്വപ്നം കാണുവാണോ? എടാ കുതിര എങ്ങനെയാണോ സംസാരിക്കുന്നത്? എടാ എനിക്ക് തോന്നുന്നു ഞാൻ വല്ല സ്വപ്നം കാണുവാന്ന്. ഫ്രാങ്കമ്മ ഞാൻ പറഞ്ഞല്ലേ, കുതിര ഫ്രാങ്കമ്മ സംസാരിക്കുന്നത്. പക്ഷെ എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചേട്ടാ സത്യമായിട്ടും ഞാനോ സംസാരിക്കുന്നത്? എന്താടാ കുതിരയൊക്കെ സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ശരി, ഞാൻ വിശ്വസിച്ച്. അല്ല കുതിര ഇപ്പോൾ എന്താ പറയുന്നത്? എന്താ ചേട്ടാ അത് പിന്നെ എൻ്റെ ഓണറിനെ ഒരുത്തൻ കൊന്ന്. എന്താടാ നിൻ്റെ കുതിരയുടെ ഓണറിനെ കൊന്നെന്നാ? ആര് കൊന്നു? അത് പിന്നെ ചേട്ടാ, എൻ്റെ ഓണർ എന്നെയും കൊണ്ട് സവാരി നടത്തിയിട്ട് തിരിച്ച് പോയപ്പോൾ എൻ്റെ ഓണറിന് വയ്യാതെ വന്ന്. അപ്പോൾ എൻ്റെ ഓണർ ഒരാളുടെ അടുത്ത് കുറച്ച് വെള്ളം ചോദിച്ചു. അപ്പോൾ അയാൾ എൻ്റെ ഓണറിനെ കൊന്ന്. ഇനി ആര് എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരും? ഇനി ആര് എന്നെയും കൊണ്ട് സവാരി നടത്താൻ പോവും? എൻ്റെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എൻ്റെ പാവം ഓണറിനെ അവൻ കൊന്ന്. എന്താടാ ഓണറിനെ കൊന്ന? കുതിരയെ നീ വിഷമിക്കണ്ട. പക്ഷെ ആരാണ് കൊന്നത്? ചേട്ടാ അവനെ ഞാൻ സവാരിക്ക് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ ചിലപ്പോൾ ഇപ്പോഴൊക്കെ ഇതേ കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. അവൻ്റെ ജോലിയൊക്കെ ഇപ്പോൾ വൈകുന്നേരം അല്ലേ, അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോവായിരിക്കും. എന്താ? അല്ല അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ചേട്ടാ അതിന് പ്രതികാരം വീട്ടണം. എൻ്റെ ഓണറിനെ കൊന്നതിന് പ്രതികാരം വീട്ടണം. എന്താ? കുതിര സമാനപ്പെടും, നമുക്ക് പ്രതികാരം വീട്ടാം. ഓക്കെ പക്ഷേ അവൻ എവിടെ കാണും? ചേട്ടാ അത് ഇവിടെ വല്ലതും കാണും. എന്താ? ചേട്ടൻ ഒരു പണി, എൻ്റെ മേത്ത് കയറിക്കോ, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് അന്വേഷിക്കാം. എന്താ? ശരി ഞാൻ കയറാം.
പക്ഷെ കുതിരയുടെ ഓണറിനെ കൊന്നു, അതിൻ്റെ പ്രതികാരം വീട്ടണം അല്ലേ? അത്രയല്ലേ ഉള്ളൂ. ആ ചേട്ടാ, എൻ്റെ പ്രതികാരം എനിക്ക് വീട്ടണം. എൻ്റെ പാവ ഓണറിനെ അവൻ കൊന്നത്, അവനെ കൊല്ലണം. ചേട്ടാ കയറിയല്ലോ. ആ കുതിര ഞാൻ കയറി. ഇനി നമുക്ക് ഈ നാടകം ചുറ്റി നോക്കാം, അവൻ എവിടെ ഉണ്ടോ നോക്കാം. പിന്നെ അവനെ എൻ്റെ കൈ കിട്ടിയ പിന്നെ ബാക്കിയുള്ളത് ഞാൻ നോക്കിക്കോളാം, അത്രേ ഉള്ളൂ. എൻ്റെ ഓണറിനെ അവൻ കൊന്നല്ലേ. ഓക്കെ, നമുക്ക് എന്തായാലും ചേട്ടാ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ വല്ലതും ഇവിടെ തന്നെ ആയിരിക്കും അവൻ കാണുക. ചേട്ടാ അത് അവിടെ നിൽക്കുന്നവനാ. എന്താടാ ഏത് ആ വെള്ള ഒരു ഇപ്പം ഇവനാ? ആ ഇത് തന്നെയോ? എടാ ഇതൊരു പ്രാന്തനാ. ഇവനെ ഞാനുമായിട്ടൊക്കെ വഴക്കിട്ടിട്ടുണ്ട്. പക്ഷെ നിൻ്റെ ഓണറിനെ കൊന്നില്ലേ, അതുകൊണ്ട് ഞാൻ ഇവനെ കൊല്ലും. ഓക്കേ, എടാ എടാ എടാ, നീ ഈ കുതിരയുടെ ഓണറിനെ കൊന്നാ? ഒന്ന് പോളർക്ക. എന്താടാ മൈൻഡ് പോലും ചെയ്തില്ല അല്ലേ? ഓക്കെ, ഡാ നീ ആരാന്നറിയോ? ഈ ഫ്രാങ്ക്ലിൻ്റെ അടുത്താണ് നീ കളിക്കുന്നത്. ആ പോളർക്കാടുന്നേ, വേറെ പണിയൊന്നുമില്ല പോ. എന്താടാ എൻ്റെ അടുത്ത് ഇതൊക്കെ പറയാം? എടാ പോളർക്ക. എന്താ എന്നെ ഇടിക്കുന്ന നീ? ബോക്സിങ് ചാമ്പ്യനായ എന്നെയാ? അവനെ ഞാൻ ഒറ്റയടിക്ക് വീഴ്ത്തി. കണ്ടോ കുതിര, എൻ്റെ പവർ കണ്ടോ? അവനെ ഞാൻ കൊന്നിട്ടുണ്ട്. കുതിര ഇപ്പോൾ സമാധാനമല്ലോ. ആ ചേട്ടാ നന്ദിയുണ്ട്. പക്ഷേ ഇനി ആരും എനിക്ക് ഫുഡ് വാങ്ങി തരും, എന്നെ സവാരിക്ക് കൊണ്ടുപോകും. ഇനി എനിക്ക് ഓണറില്ല. എടാ അത് നീ പേടിക്കണ്ട, ഇനി ഞാനായിരിക്കും നിനക്ക് ഫുഡ് വാങ്ങിച്ചു തരുന്നതും നിന്നെ സവാരിക്ക് കൊണ്ടുപോകുന്നതും. ഞാനതിന് നിൻ്റെ ഓണർ. ചേട്ടാ സത്യമായിട്ട് പറഞ്ഞാണോ? ആ അതോർത്ത് പേടിക്കണ്ട, ഞാനുണ്ട് നിന്നോട്. അപ്പോൾ ഗൈസ് നമ്മുടെ കുതിരയുടെ ഓണറിനെ നമ്മൾ കൊന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരും എല്ലാവർക്കും ബൈ.